പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റുന്നത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ വിളിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. ആനന്റെ പ്രസവത്തെ പറ്റി പറയാൻ നമ്മളൊരു വെറ്റിനറി ഡോക്ടർ ഒന്നല്ല. പക്ഷേങ്കിൽ നമ്മൾ പണ്ട് ഒപ്സൻ ഗൈനിയിൽ HSI വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എമർജൻസി കോൾ വന്നു. കുട്ടിക്ക് മെക്കോണി ആസ്പിറേറ്റ് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, പെട്ടെന്ന് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സർജറി കഴിഞ്ഞപ്പോൾ കണ്ടത് മെക്കോണിയത്തിൽ മുങ്ങിക്കിടക്കുന്ന കുട്ടീനെയാണ്. മെക്കോണിയം അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ മഷി ഇട്ടു എന്ന് കേട്ടിട്ടുണ്ടാവും. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുട്ടികൾ അവരുടെ മലം പുറത്തു വിടുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഈ ഒരു മലം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആയിട്ട് ചേർന്നിട്ട് പിന്നെ കുട്ടികൾ അത് ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ സീരിയസ് കോംപ്ലിക്കേഷനും അവസാനം ഡെത്ത് വരെ സംഭവിക്കാറുണ്ട്. പെട്ടെന്ന് ആ ഒരു സിസേറിയൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റി. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് നിങ്ങളോട് ഹോസ്പിറ്റലിൽ പോകാൻ പറയണതും ചെക്കപ്പ് ചെയ്യാൻ പറയുന്നതൊക്കെ. വീട്ടുപ്രസവങ്ങളെ ആദരിക്കുന്ന നമ്മളുടെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള മരണങ്ങൾ കാണേണ്ടി വരും. ഇത്തരം പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോട് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, ജീവൻ കൊടുപ്പിച്ചതാണ്.